ഇസ്ലാം എന്താണെന്ന് നീ ഞങ്ങളെ പഠിപ്പിക്കണ്ട. അടി 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 ഷെറിൻ ജുസ്മാൻ. ഷെറീന, നിന്റെ വാപ്പ തൊപ്പി വെച്ച് നിൽക്കണത് ഒന്ന് കേട്ടോടി പൂണ്ടച്ചിത്ത് പിടിച്ച്. എന്നിട്ട് വാടി കമൻറ്റ് നിന്റെ അപ്പൻ്റെ നിന്റെ ഉപ്പാൻ്റെ ഫോട്ടോ വെച്ചിട്ട് വാ കേട്ടാ. അപ്പോൾ ഉസ്താദന്മാർക്കും ഒരാഗ്രഹമുണ്ടായിരുന്നു. കുട്ടു വെറുതെ കയറി പാടാൻ പറ്റൂലല്ല. അപ്പൊ സോറത്താന, ലൈലത്താന, സാബിറത്താന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തുടരെയായി 2 വീഡിയോസായി ഈ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ ഈ വീഡിയോ ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. ചില കാര്യങ്ങൾ കാണുന്ന സമയത്ത് അത് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതുപോലെ ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്തായിട്ട് തന്നെ 2 വീഡിയോസായി തുടരെയായി ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായിട്ടും ഇരിക്കട്ടെ. ഈ വിഷയത്തിൻ്റെ അകത്ത് ഞാൻ കഴിഞ്ഞ 2 വീഡിയോസിൻ്റെ അകത്തും നമ്മുടെ സാബിത്ത എന്ന് പറയുന്ന ഒരു വല്യമ്മനെ കുറിച്ചിട്ടായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നത്. ഇത് നോക്കുന്ന സമയത്ത് ഇങ്ങനെ തുടർന്ന് പല വല്യമ്മമാർ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെൻഡിങ് എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസർ ആവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നല്ലോണം റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഫേമസ് ആവാൻ വേണ്ടിയിട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ മെയിനായിട്ടുള്ള വിഷയം അതല്ല. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയുകയാണ്, മുസ്ലിമിൻ്റെ പേര് വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുക്കാൻ പറ്റുന്ന വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളത് എന്ന് ആദ്യം തന്നെ നിങ്ങളോട് ഉണർത്തുകയാണ്. കഴിഞ്ഞ 2 വീഡിയോസിനകത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാബിത്താനെ കുറിച്ചിട്ടായിരുന്നു. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ട്, കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല, ഇരിക്കട്ടെ ഏതായിട്ടും. അപ്പോൾ സാബിത്ത എന്ന് പറയുന്ന ഒരു വല്യമ്മനെ കുറിച്ചിട്ടായിരുന്നു ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് നോക്കുന്ന സമയത്ത് ഈ കുറച്ച് ആൾക്കാരൊക്കെ വീഡിയോ ഒക്കെ അയച്ചു തന്നു. പേര് ശരിക്കും ഓർമ്മ വരുന്നില്ല. സുഹറത്ത, പിന്നെ മറ്റൊരു കുട്ടു എന്ന് പാടിയ മറ്റൊരു വല്യമ്മ കൂടിയുണ്ട്. പേര് ശരിക്കും അറിയുന്നില്ല. ഓക്കെ, അവരുടെ പേര് ഞാൻ അവരുടെ ഇതൊന്നും നോക്കാൻ വേണ്ടി പോയിട്ടില്ല. എനിക്ക് അയച്ചു തന്ന വീഡിയോസാണ് ഞാനിവിടെ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇരിക്കട്ടെ. ഇവിടെ ഈ സാബിത്താൻ്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞു. റസ വ്ളോഗ് എന്ന് പറയുന്ന ഉസ്താദ് അവിടെ സാബിത്താനെ കുറിച്ച് സംസാരിച്ച സമയത്ത് അത് നല്ലോണം കൊണ്ടു മാത്രമല്ല, ഇപ്പോൾ സാബിത്താൻ്റെ വീഡിയോസ് ആണെങ്കിലോ വരുന്നത് മുഴുവനായിട്ടും റസ വ്ളോഗ് ഉസ്താദേ നിങ്ങൾ അങ്ങനെ ചെയ്തത് ശരിയാണോ, ഇങ്ങനെ ചെയ്താൽ മതിയോ, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ചാടി കളിക്കുന്ന വീഡിയോസൊക്കെയാണ് കാണാൻ വേണ്ടി കഴിയുന്നുള്ളത്. ഇരിക്കട്ടെ, ഞാൻ കൂടുതലായിട്ടൊന്നും ആ വിഷയത്തിന് സംസാരിക്കുന്നില്ല. ഓൾറെഡി നമ്മൾ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തത് ആയതുകൊണ്ട്. ഓക്കെ, മറ്റൊരു വീഡിയോ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അതായത് നൗഷാദ് ബാക്കവി ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പിലേക്ക് റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു അതായത് ഒരു വല്യമ്മ, നല്ലോണം പ്രായമുള്ള ഒരു വല്യമ്മ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ആദ്യം കേൾപ്പിച്ചു തരാം, അതൊന്ന് കേട്ട് നോക്കിയേ. ഹലോ മക്കളെ, ആദ്യം തന്നെ നമ്മളെ ഉസ്താദന്മാർക്ക് ഒരു അസ്സലാമു അലൈക്കും പറയാം. അത് കഴിഞ്ഞിട്ട് സ്വർത്താത്ത പറയുന്ന എന്താന്ന് മക്കള് കേട്ടിട്ട് മക്കളൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുക. എന്താന്ന് വെച്ചില്ലേ, നമ്മള് കുട്ടുപാടി സന്തോഷമായിട്ട് എല്ലാം ചെയ്തില്ലേ. അപ്പോൾ ഉസ്താദന്മാർക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നു. കുട്ടു വെറുതെ കയറി പാടാൻ പറ്റൂലല്ല. അപ്പൊ സോറത്താന, ലൈലത്താന, സാബിറത്താന എല്ലാരെയും മരിച്ചിട്ടിട്ട് ഈ പേര് പറയുന്നുണ്ടല്ലോ, ഇവരൊക്കെ ആണ് ഈ സോഷ്യൽ മീഡിയയിലുള്ളത്. അതായത് എന്തെന്ന് സുഹറത്ത, ലൈലത്താന്ന, ഇങ്ങനെ 2-3 ആൾക്കാരുണ്ട്. ഓക്കെ, ഞാൻ അവരുടെ പേരൊക്കെ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല. ഉസ്താദന്മാരും സന്തോഷമായിട്ട് തന്നെ കുട്ടുമക്കുട്ടു എന്നും പറഞ്ഞ് ഉസ്താദന്മാരും സന്തോഷമായിട്ട് തന്നെയാണ് അത് പാടിയത്. വെറുതെ കയറി ഉസ്താദന്മാർക്ക് പാടാൻ പറ്റില്ല. അപ്പൊ നമ്മളൊക്കെ വരച്ചിട്ടിട്ട് ഉസ്താദന്മാർക്കൊന്ന് പാടാനായില്ലേ. സുഹൃത്താത്ത പറഞ്ഞത് ശരിയാണെന്ന് മക്കള് പറയുക കേട്ടാ. അതപ്പോ ഉസ്താദന്മാരൊക്കെ ഏതായാലും ഇത് കാണുമല്ലോ. അപ്പൊ വെറുതെ കയറിയിട്ട് ഉസ്താദന്മാര് പറയുമ്പോ ആളുകൾ ഓർക്കൂല. പറഞ്ഞാൽ ഉസ്താദന്മാര് കുട്ടുപാടി കളിക്കണാന്ന്. അപ്പൊ നമ്മളൊക്കെ പാടിയപ്പോ ഉസ്താദന്മാർക്ക് മനസ്സിലൊരാഗ്രഹം, കുട്ട് ഞമ്മക്കൊന്ന് പാടണമല്ലോ എന്ന് തോന്നി. അപ്പൊ അവര് സന്തോഷം, നമ്മളൊക്കെ കണ്ടല്ല, ഉസ്താദന്മാരെ മുഖത്തെ സന്തോഷം കണ്ടതല്ലേ കുട്ടുപാടിയത്. എന്താണ് നൗഷാദ് ബാക്കവി ഉസ്താദും
സന്തോഷമായി മനസ്സോട് ചിരിച്ചിട്ടാണ് ആ പാടി. അതേപോലെ വേറെ 2 ഉസ്താദന്മാര് പറഞ്ഞത് ഞാൻ കേട്ടു കേട്ടാ. ശരി, അസ്സലാമലൈക്കും സുഹൃത്ത്. അത് ഇനി വെക്കട്ടെ കേട്ടാ. ഇതാണ് അവസ്ഥ. ഞാൻ പറഞ്ഞു വരുന്നത്, മുമ്പൊക്കെ ഈ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളെ കുറിച്ച് ഞാൻ പറയാം. അതായത് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരെ അല്പം നിയന്ത്രിക്കാൻ അല്പം പാടാണ്. മുമ്പത്തെ പോലത്തെ അവർ മൈൻഡ് സെറ്റ് അല്പം ചേഞ്ചാണ് അല്ലേ. എങ്ങനെയെന്ന് വെച്ചാൽ ഞാനൊരു ഉദാഹരണം, ഒരു ചെറിയൊരു സ്റ്റോറി പറയാം. അതായത് ഇന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞ ഒരു സ്റ്റോറിയാണ്. അതായത് ഇപ്പോഴത്തെ ജനറേഷൻ്റെ കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ബസ്സിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ആളവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ആ ആളുടെ മാഷ് അവിടെ നിന്ന് വരുന്നുണ്ട്. അതായത് ആ ആൾക്ക് പഠിപ്പിച്ചതായ ഒരു അധ്യാപകൻ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എണീച്ചിട്ട് സീറ്റ് മാറി കൊടുത്തു. ആ സമയത്ത് അധ്യാപകന് വന്നിരിക്കുന്ന ആ ഒരു അളവിൽ തന്നെ മറ്റൊരു കുട്ടി ഓടി വന്ന് ആ ഒരു സീറ്റിൽ ഇരുന്നു എന്നാണ്. അപ്പോൾ ആ മാഷ് അവിടെ നിന്ന് പറയുകയാണ്, ഇപ്പോൾ ഇരുന്ന ഈ കുട്ടി ഉണ്ടല്ലോ, ഇതിപ്പോഴെൻ്റെ അടുത്ത് പഠിക്കുന്ന കുട്ടിയാണ്. എനിക്ക് സീറ്റ് വിട്ടു തന്ന ആ കുട്ടി ഉണ്ടല്ലോ, ആ ആളുണ്ടല്ലോ എൻ്റെ മുമ്പ് എൻ്റെ അടുത്ത് പഠിച്ച കുട്ടിയാണ്. ഞാനിവിടെ ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അല്പം നിയന്ത്രിക്കാൻ അല്പം പാടാണ്. പക്ഷേ ഇപ്പോൾ ഈ വല്യമ്മമാരുടെ അവസ്ഥ അതുപോലെ ആയിരിക്കുകയാണ്. ഇവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും ഇപ്പോൾ പാടായി പോയിരിക്കുകയാണ്. ഇപ്പോൾ എത്ര ആൾക്കാരെന്നറിയോ നിങ്ങൾക്ക്? ഈ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ മൊത്തമായിട്ടും ഇപ്പോൾ ഇത്തരത്തിലുള്ള വയസ്സന്മാരായിട്ടുള്ള മുസ്ലിമിൻ്റെ പേര് വെച്ചുകൊണ്ട് ദിക്റുകളും സ്വലാത്തുകളും പറഞ്ഞു കൊടുത്തുകൊണ്ട് തെറി വിളിക്കുന്നതായ വീഡിയോ അടക്കം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂട്യൂബിൽ വന്നിരിക്കുന്നുണ്ട്. ഇത് മറ്റേ തെറിവീളുകളൊക്കെ നടത്തുന്നുണ്ട്. ഹിജാബും മറ്റേ ബുർക്കയും അതൊക്കെ ധരിച്ചിട്ട് ആണ് ഇരുന്ന് ലൈവിൽ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ബൈറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. അതിൽ കേൾക്കുന്ന വോയിസ് അല്പം കേട്ടാൽ മതി. ബീപ്പ് സൗണ്ട് ഉണ്ട്. അതായത് നിങ്ങൾ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് കാണാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ. അതൊന്ന് കേട്ട് നോക്കി. തീർച്ചയായും ഞാൻ അങ്ങോട്ട് പറയും, ഇസ്ലാം എന്താണെന്ന് ഞങ്ങളെ പഠിപ്പിക്കണ്ട. അടി 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 ഷെറിൻ ജുസ്മാൻ ഷെറീന, നിന്റെ വാപ്പ കൂടുതലായിട്ട് കാണിക്കുന്നില്ല. ഇത്തരത്തിലുള്ള കോപ്രായങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടുവരുന്നുള്ളത്. ഓക്കെ, ഞാനിവിടെ ഈ വിഷയത്തിലേക്ക് കടക്കാം. ആ വിഷയം ഇൻഷാ അല്ലാഹ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഇത്, ഇവരുടെ അവസ്ഥയൊക്കെ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പിന്നീട് വീഡിയോസിൽ ഞാൻ അറിയിക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വിഷയമെന്ന് പറയുന്നത്. ഇവർ വന്നിരുന്ന് ക്യാമറയുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്ന സമയത്ത് അതിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ആദ്യം വേണം, അവരെയാണ് ആദ്യമായിട്ട് വിമർശിക്കേണ്ടത്. നമ്മുടെ മുസ്ലിമിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് അതിലേക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വേറെ മതസ്ഥരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ ഒരിക്കലും ഞാൻ അവരെ കുറിച്ചിട്ടല്ല ഞാൻ ഈ വീഡിയോയുടെ അകത്ത് പറഞ്ഞതും പറയാൻ ആഗ്രഹിക്കുന്നതും. നമ്മുടെ ഇസ്ലാം മതത്തിൽ നമ്മുടെ അതായ ആചാരാനുഷ്ഠാനങ്ങളും അതായത് ശരീഅത്ത് നിയമപരമായി അതല്ലാത്തതായ കാര്യങ്ങളെ കൊണ്ടുവരാനും ശ്രമിക്കുന്നതായ മുസ്ലിം നാമധാരികളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നുള്ളത്. നൗഷാദ് ബാക്കവി ഉസ്താദ് മുമ്പൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ പ്രഭാഷണ വേദിയിലൊക്കെ ചെന്ന് വയലുകളൊക്കെ നടത്തുന്ന ഉസ്താദന്മാർക്ക് നല്ലോണം വാല്യൂ ഒക്കെ കൽപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കുകയാണ്. അവരൊക്കെ പുല്ലിൻ്റെ വിലയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രെൻഡിങ്ങിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നതായ ഇത്തരത്തിലുള്ള ആൾക്കാരെ അവരെ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ മാറിപ്പോയിരിക്കുന്നത്. മുമ്പൊക്കെ പ്രഭാഷകരെന്ന് പറയുമ്പോൾ നല്ലോണം അവരെ റെസ്പെക്റ്റ് ചെയ്യുകയും അവർക്ക് വേണ്ട ആ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടം നല്ലോണം മാറിയിരിക്കുകയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നൗഷാദ് ബാക്കവി ഉസ്താദ് പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്, എന്താണ് അതിൽ പിഴവുള്ളതെന്ന് നിങ്ങൾ പറയണം. നൗഷാദ് ബാക്കവി ഉസ്താദല്ല, മാത്രമല്ല ആഷിഖ് ദാരിമി ഉസ്താദാവട്ടെ അല്ലെങ്കിൽ മറ്റ് കുറേ ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്ന വീഡിയോസൊക്കെ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അവരൊക്കെ പറഞ്ഞത് 100% ഉറപ്പായിട്ട് ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് നൗഷാദ് ബാക്കവി ഉസ്താദിൻ്റെ ക്ലിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാലും ഒന്നും കൂടി ഞാൻ ആ നൗഷാദ് ബാക്കവി ഉസ്താദിൻ്റെ ക്ലിപ്പും അതേപോലെ ആഷിഖ് ദാരിമി ഉസ്താദിൻ്റെ ക്ലിപ്പും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കേൾപ്പിച്ചു തരാം. ഒന്ന് കേട്ട് നോക്കി. അവർ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്.
സോഷ്യൽ മീഡിയയിൽ കുറെ വല്യമ്മമാര് കുറെ താത്താമാര് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് പ്രായമുള്ള താത്താമാര് തസ്ബീഹ് മാല എടുത്ത് നിക്കറ് ചൊല്ലിയിരിക്കുന്ന കുറച്ച് ഉമ്മമാര് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ വീഡിയോ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇപ്പൊ ഫേസ്ബുക്കിൽ വരുമാനം കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. ഫേസ്ബുക്കിൽ വരുമാനം കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വല്യമ്മ ഇവിടെ ഈ ചെറിയൊരു പൂവൊക്കെ വെച്ചിട്ട് പൊട്ടു. അത് ആയാലോ. ഇനി ഞാനത് നൗഷാദ് അലി ഉസ്താദിൻ്റെ വയത് കുറേ ഉണ്ട്, നിങ്ങൾ പിന്നെ കേട്ടാൽ മതി. പിന്നെ ഞാൻ നൗഷാദ് അലി ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പും കൂടി കേൾപ്പിച്ചു തരാം, അതും കൂടി ഒന്ന് കേട്ട് നോക്കി. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടില്ലേ, 40 വയസ്സ് കഴിഞ്ഞ് 60 കഴിഞ്ഞ് 70 വയസ്സായ ഉമ്മാമ്മമാർക്കാണ് ഇപ്പൊ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ സെറ്റ് ആവാൻ ആഗ്രഹം വന്നത്. ചെവിക്കകത്ത് പൂവൊക്കെ വെച്ച് മക്കളെ സെറ്റാക്കി 75, 70, 60 വയസ്സൊക്കെ ആവുമ്പോൾ ദിക്റും സലാത്തും ചൊല്ലി അടങ്ങി ഒതുങ്ങി ചെറുമക്കൾക്ക് ഉപദേശം കൊടുത്ത് വീട്ടിയിരിക്കാനുള്ളവരല്ലേ. ഈ ചെറിയ മക്കളാണ് അവരെ കുത്തിത്തിരിപ്പിച്ചിറക്കുന്നത്. പിന്നെ ഒരു തട്ടമുണ്ടെങ്കിൽ വൈറലാവാൻ എങ്ങും പോണ്ട. സിനിമാ തിയേറ്ററിൽ പോയാലും തട്ടം, പൂരപ്പറമ്പിൽ പോയാലും തട്ടം, ന്യൂ ഇയറിന് പോയാലും തട്ടം. ഇടാത്തവര് മനഃപൂർവ്വം ഇട്ട് ഒരു മൊബൈലിന്റെ മുമ്പ് വന്ന് നിന്നാൽ നല്ല കച്ചവടമാണിപ്പോ. അതുകൊണ്ട് കുറെ ഉമ്മമാർ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ചില ആളുകൾ ഇത് കേൾക്കുമ്പോൾ പറയാം, അവരാഘോഷിക്കട്ടെ ഉസ്താദേ, നിങ്ങൾക്ക് മാത്രം മതിയോ പ്രസംഗവും യൂട്യൂബും ചാനലും ഒക്കെ? അവരാഘോഷിക്കട്ടെ, അവർക്ക് ആഘോഷിക്കാൻ ഒന്നുമില്ലല്ലോ, അവര് പാവപ്പെട്ട ഉമ്മമാരല്ലേ, അവരാഘോഷിക്കട്ടെ. ആഘോഷം ഇങ്ങനെയല്ല ഇസ്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ സ്നേഹസാഗരത്തിൽ വരൂ, പ്രായമായവരുടെ ആഘോഷം ഞാൻ കാണിച്ചു തരാം. അവർ എന്താ ആഘോഷം നമ്മൾ ആലോചിച്ച് നോക്ക്. ഒരു വീട്ടിൽ മര്യാദയോടെ ദിക്റ് ചൊല്ലി ഖുർആൻ ഓതി കഴിയേണ്ട ഉമ്മ, എത്രമാത്രം ദീനിന്റെ ചൈതന്യത്തെ ഒരു കുടുംബത്തിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? അത് മുഴുവനും മോഷണം നടത്തിക്കൊണ്ടുപോകുന്ന കാലമാണ്. ആ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കുന്നവർ, ആ കാലഘട്ടത്തിൽ ദുഹാ നിസ്കരിക്കുന്നവർ, ആ കാലഘട്ടത്തിൽ തബാറക്കല്ലദി ഓതുന്നവർ, ആ കാലഘട്ടത്തിൽ യാസീൻ ഓതുന്നവർ, ആ കാലഘട്ടത്തിൽ ഒരു ദിവസം 1000 സ്വലാത്ത് ചൊല്ലുന്നവർ, ഫലഹു അജ്റു മിഅത്തു ഷഹീദ് എന്ന് പറഞ്ഞ ഹദീസിൽ അവരുൾപ്പെടും. 1000 ഷഹീദിന്റെ 100 ഷഹീദിന്റെ കൂലി അവർക്കുണ്ടാവും എന്ന് പറഞ്ഞത് വെറുതെയല്ല. അത്രയും പ്രതിസന്ധി ഘട്ടമാണത് പിടിച്ചു നിൽക്കാൻ. മറ്റൊരു ഉസ്താദിനെ കൂടി ക്ലിപ്പ് കേട്ട് നോക്കിയേ. ഉദാഹരണം പറയാം. ഇപ്പൊ ഇൻസ്റ്റഗ്രാം തുറന്നാ പിന്നെ ലൈലാത്തായ കാണാറുണ്ട്. ലൈലാത്ത എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാല്ല. ഞാൻ നോക്കിയപ്പോഴേ ഒരു അന്തോ കുന്തോ ഇല്ല റഹ്മാൻ ഇവർക്കൊന്നും. ലൈലാത്താരെ ചെവിയില് 2 പൂവ്, ചെവിയില് പൂ വയ്ക്കുന്ന ആരാ നമുക്കറിയാല്ല. പൂവൊക്കെ വെച്ചിട്ട് ലൈലാത്ത എന്താ പാടി അരിപ്പടി എന്തിനാണ് കുട്ടുമ്പ കുട്ടുക ഇതേടെ പറ എന്താണ് ഒന്ന് പറഞ്ഞൂടെ? ഇപ്പത്തെ ഫേമസ് കുട്ടുമ്പ കുട്ടു. ഈ ലൈലാത്ത ഇങ്ങനെ പാടി ഇങ്ങനെ ലൈലാത്ത ഫേമസ് ആവാ. ലൈലാത്ത പാടിനായിട്ട് അസൂറാത്ത അപ്പുറത്ത് അടുത്ത പാട്ട്, സവീലാത്ത അടുത്ത പാട്ട്. ഇൻസ്റ്റഗ്രാം മൊത്തം ഇപ്പൊ 45 വയസ്സായ താത്താമാരെ ഉള്ളു. അങ്ങനെ ഫേമസ് ആവാ. ഇപ്പൊ നെഗറ്റീവാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ടത്. ഒരു ബോധമില്ലല്ലോ റബ്ബേ. ആ പാവപ്പെട്ടവർക്ക് പ്രായമായതിന്റെ ഒരു പക്വത എന്ന് പറയാൻ, പ്രായം കൂടുതൽ ബുദ്ധി കുറഞ്ഞു വരും. ഈ മക്കളുണ്ടല്ലോ, ഉമ്മാർക്ക് ബോധമൊന്നുമില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നത്. സ്വന്തം ഉമ്മായെ കൊണ്ടുവന്നിട്ട് ഞാനെ കേട്ട് ചിരി വന്നു പോയത് കണ്ടിട്ട് ഇങ്ങനെ പടച്ചോ മക്കുമ്പമാരെ ഇങ്ങനെ നാണം കെടുത്താൻ തോന്നേ. ചെവിയിൽ പൂം വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നോക്കുമ്പം ഇതിപ്പോ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിന്റെ ഒരു പൊതുബോധം ഞാൻ പറയാം. കുറച്ച് ഇതിലേക്ക് കൂടുതലായിട്ടും ഇവരുടെ വീഡിയോ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ ഏതായിട്ടും അവർക്ക് കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിലേക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ മക്കളോ അല്ലെങ്കിൽ മറ്റാരോ ഫാമിലിയിലുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ അവരുടെ സോഷ്യൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ സൂക്ഷിച്ച് അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിന്തിച്ച് നോക്കുക. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർത്തിവെക്കുക. വെറുതെ ഇല്ലാതെ ആൾക്കാരെ വേണ്ടി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാൻ പാടില്ല എന്നാണ് നിങ്ങളോട് അപേക്ഷിക്കുന്നത്. കൂടുതലായിട്ടൊന്നും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഇന്നിവിടെ നല്ല രീതിയിൽ അടിച്ചു പൊളിക്കാൻ കഴിയും. പക്ഷേ നാളത്തെ ആ ദിവസം, നാളെ ആഖിറത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ പറയുന്നത് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട സഹോദരങ്ങളോടും സഹോദരികളോടുമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് അവർ ബുർക്കയും അതേപോലെ തല മറച്ചുകൊണ്ടും അല്ലെങ്കിൽ സ്കാർഫ് ഇട്ടുകൊണ്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇത് ഇസ്ലാമികപരമായിട്ടുള്ള ചിട്ടകൾ അനുസരിച്ച് ഡ്രസ്സിങ് ഒക്കെ ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ആദ്യം ഒരു തെറിവിളി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ആൾ ആരാണെങ്കിലും നല്ല രീതിയിൽ സൂക്ഷിക്കുക.
വെറുതെ ഇല്ലാതെ മുസ്ലിം സമുദായത്തിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകണ്ട എന്നാണ് നിങ്ങളോട് ഉണർത്താനുള്ളത്. അത്രയും നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ ആ ബുർക്കയൊക്കെ ഇട്ട് എന്തിനാണ് വെറുതെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്? കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നമ്മൾ 2 വീഡിയോ ചെയ്യുന്ന സമയത്തും 2 വീഡിയോസിനും നല്ല അഭിപ്രായങ്ങളാണ് നമുക്ക് കേൾക്കാൻ വേണ്ടിയും കാണാൻ വേണ്ടിയും കഴിഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.